റിയ ചേച്ചി നിയ ചേച്ചി സത്യം പറയാലും എനിക്ക് ഭയങ്കര ജാടയായിട്ട് ഫീൽ ചെയ്തു. ഹേയ് ഹലോ, വെൽക്കം ടു 121 മീഡിയ. അപ്പോൾ നമ്മൾ കൂടൽ എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് അതിലെ സുന്ദരിമാരായിട്ടുള്ള നായികമാരാണ്. ഓക്കെ, എൻ്റെ സുന്ദരിമാരല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇത് നമ്മുടെ സ്വന്തം അനു സിത്താരയുടെ അനിയത്തി അനു സൊനാര. ചേച്ചി ശരിയല്ലേ? മൂന്ന് പേരും ഇതിലെ നായികമാരാണ്. ഒരാളും കൂടി ഉണ്ട് അല്ലേ? ആരാണ്? മെറീന മൈക്കിൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് പറയാൻ പറ്റുമോ? വിശേഷം ഇപ്പോൾ ഞങ്ങൾ കൂടൽ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ നായികമാരെന്ന് പറയുന്നത് ഞങ്ങൾ 4 നായികമാരാണ്. ഒന്ന് ഞാൻ, നിയ ചേച്ചി, റിയ ചേച്ചി, പിന്നെ മെറീന ചേച്ചി. പിന്നെ ഈ മൂവി എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് മോഡലുള്ളൊരു മൂവിയാണ്. ഒരു എൻജോയ്മെൻറ്റ് ഉള്ളൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിപ്പോൾ ഫാമിലിക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് വൈബുള്ളൊരു മൂഡുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് മൂവിയാണല്ലോ. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇതിനു മുമ്പ് ചെറിയ ആൽബംസ് അങ്ങനത്തെ ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ലൊക്കേഷൻസിന് പോയിട്ടുണ്ട്, എൻ്റെ ചേച്ചീൻ്റെ കൂടെ ആണെങ്കിലൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ വൈബ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഈ ലൊക്കേഷനിലേക്ക് വരുമ്പം ഒരു വീട്ടിലേക്ക് വരുന്ന പോലെയാണ്. അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും റിയ ചേച്ചിയാണെങ്കിലും മെറീന ചേച്ചിയാണെങ്കിലും ഞങ്ങളിപ്പോൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത കൂളായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ എന്താണ് വിശേഷങ്ങൾ? കൂടൽ മൂവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല വിശേഷം. കൂടൽ മൂവി എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്യാമ്പിംഗ് വൈബാണ്. ഇതെനിക്ക് മലയാളത്തിൽ അങ്ങനെ ക്യാമ്പിങ്ങിനെ ബേസ് ചെയ്തൊരു ആദ്യമായിട്ടുള്ള മൂവിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ട്രിപ്പ് മോഡലാണുള്ളത്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി, മണ്ണാർക്കാട്, അട്ടപ്പാടി, കോയമ്പത്തൂർ, പിന്നെ എവിടെ നമ്മൾ പോയത്? മലയാറ്റൂർ. ഇങ്ങനെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഒരു ട്രിപ്പ് മോഡലാണ് എല്ലാവരും. ശരിക്കും ഒരു ട്രിപ്പിലാണ്. അതെ, ട്രാവലിംഗ് ഇങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഡയറക്ടേഴ്സ് ആണെങ്കിലും 2 പേരും ഡയറക്ടേഴ്സ്, ഷാഫിക്കയും ഷാനുക്കയും, അവർ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അവരും എല്ലാവരും ഇവിടെ അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ നമുക്ക് അങ്ങനെ തോന്നില്ല. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ വൈബിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് ചെയ്ത മൂവീസ്? മുൻപ് മലയാളത്തിലെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ബൂമറാങ് ഷൈൻ ചേട്ടൻ്റെ കൂടെ, പിന്നെ പാളയം BC രാഹുൽ മാധവേട്ടൻ്റെ കൂടെ ചെയ്തു. പിന്നെ ഇപ്പോൾ 916 കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി പക്രു ചേട്ടനും ടിനി ചേട്ടനും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. ഇതാണ് പുതിയ വിശേഷം. പിന്നെ തമിഴും തെലുങ്കും 2 മൂവി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്. എന്നാലും അതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് വല്ലാത്തൊരു വേറൊരു ഫീൽ തന്നെയാണ്. അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജ് ടൈമിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടാവുമല്ലോ? ട്രിപ്പ് പോവാറുണ്ട്, പക്ഷെ ഇവിടെ ആ ഒരു വൈബല്ല. ഇവിടെ ഭയങ്കര വേറൊരു ത്രില്ലിംഗ് ആണ്. ശരിക്കും എന്തെങ്കിലും ആകാംക്ഷ നിറഞ്ഞതുണ്ടോ ഈ ഒരു മൂവിയിൽ ആളുകൾക്ക് കാണാനായിട്ട്? കാത്തിരുന്ന് കാണാല്ലേ, വിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇഫ്രാസ്, അവരൊക്കെയാണ്. ചക്കപ്പഴത്തിലെ റാഫി, പിന്നെ ഇഫ്രാസ് ഉണ്ട്. ഇന്നല്ല, അവരുടെ ഷൂട്ട് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചേച്ചിയിലേക്ക് പോകാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂടൽ മൂവി? ഇപ്പോൾ നിയ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു ക്യാമ്പ്, ആ ക്യാമ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും അതൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു എനിക്ക് എന്താ പറയുക, നമ്മൾ ശരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് അത് ചെയ്യണം, ആസ്വദിക്കണമെന്നേ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് വൈബാണ്. പാട്ട് നല്ല 2-4 പാട്ടുകൾ, നല്ല കിടിലൻ സോങ്സുകളുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് ആണെങ്കിലും എല്ലാത്തിനും ഫൈറ്റിലാണ് നമ്മൾ ഫൈറ്റൊക്കെ നല്ല രീതിയിലുള്ള ഫൈറ്റ്. യെസ് അത് വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ മാഫിയ ശശി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വലിയ എന്തോ ഒരു ഭീകരജീവി എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ വന്ന് ഫൈറ്റിനെ കുറിച്ച് ഓരോന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയും
അത് നമ്മൾ ഫ്രെയിമിൽ കാണുകയും ചെയ്യുന്ന സമയം കിട്ടുന്ന നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് നമുക്കിവിടെ ഈ ഒരു മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു രീതിയിൽ നമ്മൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അസിസ്റ്റൻസ് ആണെങ്കിലും ക്യാമറയൊക്കെ ആണെങ്കിലും വളരെ നമുക്ക് അതെ അതെ വിപിൻ കാരണം വെച്ചാൽ വിപിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി മാത്രമല്ല, വിപിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ വയ്യാത്ത കാലം വെച്ചിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ്, എന്തും ചെയ്യാനും റെഡിയാണ്. ചെളി കിടന്ന് ഉരുളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചെളിയിൽ എപ്പോൾ കിടന്നെന്ന് ചോദിച്ചാൽ മതി, എന്നിട്ട് ടേക്ക് ഓക്കെ ആയോ എന്ന് ചോദിക്കും. അപ്പോൾ ആ അത്രയും ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, നമുക്കിതൊക്കെ ചെയ്യാം എന്നുള്ളൊരു പേടിയായിരിക്കും, ചെയ്യാന്നുള്ള പേടിച്ചിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാണ്ട് നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ ആ പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് പകർന്ന് കിട്ടിയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ല എനർജറ്റിക് ആയിട്ടാണ് കിട്ടുന്നത് നമുക്കത്. അതുകൊണ്ട് തന്നെ ഈ ഫിലിം എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഇതുവരെ മേക്കിംഗ് ആയിട്ട് എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിരിക്കും. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈമിലാണല്ലോ സിനിമയിൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ആരും കാണാതിരിക്കരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. എല്ലാവർക്കും ഒരു ഹോപ്പ് തരുന്ന മൂവിയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ. ബിപിൻ ചേട്ടനെ കാണാനല്ലോ ആളവിടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലൊക്കേഷനിലേക്ക്. ഇന്ന് കോമ്പിനേഷൻ സീൻ ഉണ്ടോ? ക്ലൈമാക്സിൽ ഇന്നാണ് ശരിക്കും. നാട് ഏതാണെന്ന്, സ്ഥലം ഏതാണ്? ഓക്കെ, എൻ്റെ സ്ഥലം വയനാടാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്, സെറ്റിൽഡ് ആയിരിക്കുന്നത് എറണാകുളത്താണ്. ഞാൻ കാലിക്കറ്റ് കാലിക്കറ്റാണ്. അപ്പൊ എല്ലാവരും അവിടെ ഇവിടേക്ക് നിന്നുള്ളവരാണ് ഇപ്പൊ ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്ന് നിൽക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് എന്നിട്ട് നിങ്ങളുടെ ഒരു കമ്പനി എങ്ങനെയുണ്ട്? മെറീന ചേച്ചി ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? അതിൽ പറയണ്ട, അത് എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഫാമിലി ഫീലാണ്. ഇവരോട് ഇപ്പം എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിളാണ് അഭിനയിക്കുമ്പോഴാണെങ്കിലും. അപ്പോൾ ആ ഒരു ഇതാണല്ലോ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ. നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആണ് കുറച്ച് മൂവീസിലൊക്കെ, ആള് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെ, പക്ഷേ അല്ല അവൾ ആദ്യമായിട്ട് ചെയ്യാണെന്നുള്ളൊരു ഫീൽ ഇതുവരെ നമുക്ക് തോന്നിയില്ല കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവളുടെ ചേച്ചിയുടെ മണം പഠിച്ചതാണെന്ന് തോന്നുന്നത്. അതെന്താന്നറിയില്ല, സത്യം പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ അതങ്ങ് എനിക്കങ്ങോട്ട് ഉള്ളിന്ന് അങ്ങോട്ട് വരും. എനിക്കങ്ങ് ഉള്ളിന്ന് വരും. ഞാൻ അഭിനയിക്കല്ല സത്യം പറഞ്ഞാൽ. അതാ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കംഫർട്ടബിൾ സോണാണ്. അത് ഓട്ടോമാറ്റിക്കലി എനിക്കങ്ങ് വന്നു പോവും. അത് എന്ത് ഒന്നാമത് മെയിനായിട്ട് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, കംഫർട്ടബിളാണ്. ഇവരോട് അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതുകൊണ്ടും അല്ലാതെയും എനിക്ക് വരും കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. അല്ല, ചേച്ചിയുടെ കൂടെ കുറെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഇത്തിരി ശീലമായിട്ടുണ്ട്. അതന്നെ അവിടുത്തെ കൂടുതലാണ് ഇത് കാണുമ്പോ തന്നെ മനസ്സിലായിരിക്കും എന്തായിരിക്കും സെറ്റിൽ ഉണ്ടാവുക എന്നുള്ളത്. നമ്മള് അട്ടപ്പാടിയിലെ ക്യാമ്പൊക്കെ ഭയങ്കര, ഞാൻ ഒരുപാട് ക്യാമ്പിൽ ഗസ്റ്റ് ആയിട്ട് പോകാറില്ല. അട്ടപ്പാടി ക്യാമ്പിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകാറില്ല. പക്ഷെ എനിക്ക് ആ ഒരു സാധനം ശരിക്കും അവിടെ ഫീൽ ചെയ്യും. ഗിറ്റാറിസ്റ്റും അതുപോലെ തന്നെ കോമഡി ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ നിഖിലൊക്കെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവിടെ കംപ്ലീറ്റ്ലി ഫുൾ. അവിടെ 2-3 ദിവസം മഴയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ ആ വൈബ് പിടിക്കാമല്ലോ എന്ന് വെച്ചാൽ ക്യാമ്പിൻ്റെ ആ വൈബൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടിയെന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എന്തായിരുന്നു? ഇപ്പം കരുതിയിരുന്നോ ജാടയാണ്? ആദ്യം കണ്ടുമുട്ടിയിരുന്ന സമയത്ത് റിയ ചേച്ചി നിയ ചേച്ചി സത്യം പറയാലും എനിക്ക് ഭയങ്കര ജാടയായിട്ട് ഫീൽ ചെയ്തു. അതങ്ങനെയാണ്, ഞാൻ ജഡ്ജ് ചെയ്തില്ല. അല്ല, പിന്നെ പിന്നെയല്ലേ നമുക്ക് മനസ്സിലാവുക, മിണ്ടി കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോ തന്നെ തോന്നും ഇരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സാന്നുള്ളത്. അതെ അതെ അതെ, കാണുമ്പോ പക്ഷെ ഭയങ്കരമാണ്. അതെ അതെ, ഒരു പോലീസ് ലുക്കുള്ളൊരു ഫിഗർ, കൂടുതൽ പോലീസാണ് സീരിയലിൽ. കാണുമ്പോ അങ്ങനെ തോന്നുന്നേ. സീരിയലുകൾ ചെയ്തിരിക്കുന്നത് പോലീസ്. അതെ, എന്റെ കഴുത്ത് കഴിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ല തുടങ്ങിയപ്പോ പറഞ്ഞു എന്റെ തോളത്തിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല അത്യാവശ്യം നല്ല എന്താ പറയാ ഫിഗർ, പോലീസ് ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. തെലുങ്ക് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെയുള്ള ഒരു ലുക്കാണ്. എന്താ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഒന്ന്
പറയാൻ പറ്റുമോ? റിവീൽ ചെയ്യാൻ പറ്റുമോ? ഡയറക്ടേഴ്സ് കണ്ട വഴിക്ക് ഓടിക്കുമെന്നുള്ള അറിയാൻ പറ്റും. ഷാഫിഖാനോട് ചോദിക്കുന്നതായിരിക്കും രണ്ടുപേരാണ് ഡയറക്ടേഴ്സ്. അവരുടെ കൂട്ടുകെട്ടില് ഷാഫിക്കയും ഷാനൂക്കയും. ഷാഫി എപ്പിക്ക നിങ്ങൾ ഫ്രണ്ട്സ് ആണോ ഇതില്? ഫ്രണ്ട്സ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഹോസ്റ്റൽ ഫ്രണ്ട്സ് ആണ്. അതിൽ സംഭവിക്കുന്ന ചില നിഗൂഢമായിട്ടുള്ള അല്ലല്ല, ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. അതിൽ പിന്നെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു അവിടെ ഇവിടെ ഹോസ്റ്റലിൽ വെച്ച്. ഹോസ്റ്റലിൽ വെച്ച്. അതെ ഇനി കഥയിലേക്ക് പോവല്ലേ? പറഞ്ഞു എവിടം വരെ എത്തുന്ന അറിയില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹം ഇത് എന്താ സംഭവിക്കാൻ പോകുന്നത്. അത് സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് എല്ലാവരും വിളിച്ചിട്ട് സിനിമ ഓ, ഇനി ജനുവരി വരെ കാത്തു നിൽക്കണം. ജനുവരി വരെ ജനുവരി വരെ കാത്തു നിൽക്കണം. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ, കുറച്ചു നേരം കൂടി. വേണ്ട വേണ്ട. ഈ ബിബിൻ ചേട്ടൻ എങ്ങനെയാ നിങ്ങളുടെ ഇടയിൽ പെടുന്നത്? ഓ, നിങ്ങളുടെ ആരുടെയാണ് പേര്? അങ്ങനെ വല്ലതും ഉണ്ടോ? പെയർ ആയിട്ടല്ല. അങ്ങനെയൊന്നും. ആ പേരുണ്ട്. നാല് നായികമാര് ഒരു നടൻ. ഓ, നാല് നായികമാര് ഒരു നടൻ. എന്താ സംഭവിക്കാൻ പോകുന്നത്? അതെ, ഇനി കണ്ടറിയാം. നായികമാർ ഓ, ബിപിൻ ചേട്ടന് 4 നായികമാരുണ്ട് ഗൈസ്. മെറീന ചേച്ചിയും കൂടി വേണമായിരുന്നല്ലോ അവിടെ. സോങ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോങ്സ് ഒക്കെ എന്താ പറയാ, ഡാൻസ് ഒക്കെ ഉണ്ടോ? ഡാൻസ് ഉണ്ട് എല്ലാം സോങ്സ് അടിപൊളിയാണ്, നല്ല സോങ്സ് ആണ്. വിപിൻ തന്നെ ഇതിൽ ഒരു സോങ് പാടിയിട്ടുണ്ട്. ആള് സിംഗർ ആണല്ലോ. സിംഗറാണ്. അപ്പൊ അത് തന്നെ വിപിന്റെ പാടിയിരിക്കുന്ന സോങ് തന്നെ വളരെ ആള് പാടാനൊക്കെ ട്രൈ ചെയ്തോ ഇതില്? പുള്ളിക്കാരത്തി ഫുൾ ടൈം ഒരു മഴ പെയ്ത് അപ്പൊ തുടങ്ങും. മഴയും ഇതിലിപ്പോ ഞങ്ങള് ഇതിന്റെ കട്ടൻ ചായ എന്നുള്ളതിന് മാറ്റിയിട്ട് പനുയുടെ സോങ് എന്നുള്ള രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങള്. ഫുൾ ടൈം പാട്ടാണല്ലേ? ഞാൻ കണ്ടു മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വരെ പാട്ട് പാടിക്കൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോ അതൊക്കെ തീർച്ചയായിട്ടും. രാസാത്തി ഒണ്ണ് കാണാത നെഞ്ച് കാത്താടി പോലാടുത്. രാസാത്തി ഒണ്ണ് കാണാത നെഞ്ച് കാത്താടി പോലാടുത്. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானி ஒன்ன தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാന കുയിൽ നെഞ്ച് കൊരുവഞ്ചി കൊടി നീ താനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാന കുയിൽ നെഞ്ച് കൊരുവഞ്ചി കൊടി നീ താനമ്മ. അത്തേ മകളോ മാമൻ മകളോ സ്വന്തം മിതവോ ബന്ധം മിതവോ സന്ധിത്തതും സിന്ധിത്തതും തിത്തിക്കിട. അമ്മാടി നീതാനില്ലാതെ നാനും വിൺമേഘം വന്ന് താങ്കാത വാനം താങ്കാത ഏറ്റും പോതും പോതും. ராசாத்தி ஒண்ண காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானி ஒண்ணு தேடுது. ராசாத்தி ஒண்ண காணாத நெஞ்சு காத்தாடி போலாடுது. Thank you.